പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത്, നീ ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാക്കിയുള്ളതെല്ലാം താനെ കൂട്ടിച്ചേരുന്നത്. അപ്പൊ ഇതാണ് നമുക്കുണ്ടാകേണ്ട ജ്ഞാനത്തിന്റെ ഒരു പ്രധാന വിഷയം. നമുക്കൊന്ന് കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ ഉൾക്കാഴ്ചയിലേക്ക് വരിക. ദൈവമേ, ആ 15-19 വായിച്ച് 15-19 എല്ലാവരും കരം ഉയർത്തിയിട്ട് പറഞ്ഞുകൊണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മളൊരു സ്വിച്ച് ഓവർ, നമ്മളങ്ങ് ഇതിനകത്ത് തന്നെ വിട്ട് ഈ ലോകത്തിലെ ലക്ഷ്യം വെക്കാണ്ട് ദൈവികമായ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ ആശയങ്ങൾ ഉയരട്ടെ, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. നമുക്കൊന്ന് സ്വതന്ത്രമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒരു ദാഹം വരുന്നുണ്ടോ? ഇപ്പൊ ഈ നിത്യജീവനിലേക്ക് ഇക്കരെ അക്കരയ്ക്ക് കൊണ്ടുപോകാവുന്നത് എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? എന്താ നമ്മുടെ ആത്മാവിൽ കയറ്റാവുന്നതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരീരം ഭൂമിയിലേക്ക് പോകുന്നു, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. ശരീരത്തിനും ശരീരത്തിന്റെ വാസനകളും ഭൂമിയിലേക്ക് പോകുന്നു. അതിവിടെ ഇവിടെ ഇവിടെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുകയാണ് ഇവിടെ. എന്തിനാ? ഇത് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവുമായിട്ട് ചേരാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരം ഇവിടെ ലയിക്കുകയും മണ്ണോട് ചേരുകയും പിന്നീട് അന്ത്യദിനത്തിൽ ഇത് ഉയർക്കും. ഇത് ഉയർത്തി നമ്മുടെ ആത്മാവുമായിട്ട് ചേരും. അങ്ങനെ നമ്മുടെ ശരീരവും നിത്യതയിലേക്ക് തന്നെ ഉള്ളതാണ്. ശരീരത്തിന് ഇതിൻ്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കണം. വിശ്വാസമുണ്ടല്ലോ. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി പിന്നീട് പഠിക്കാം. ഈ അക്ഷയമായ ജ്ഞാനമാണ് നമ്മുടെ ആത്മാവിൽ കയറാൻ പറ്റുള്ളൂ. കാരണം ആത്മാവിന് അക്ഷയത്വമുണ്ട്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, രണ്ട് തരത്തിലുള്ള ജ്ഞാനമാണുള്ളത്. ഒന്ന് നമ്മുടെ വലതുകരം ഉയർത്തി കാണിച്ച്, വലതുകരം ഉയർത്തിപ്പിടിച്ച്, ഈ വലതുകരം ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് ഉയർത്തിപ്പിടിക്കുക കേട്ടോ. സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്. ഇടതുകരം സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ്. അങ്ങനെ കുറച്ചു നേരം ഉയർന്നു നിൽക്കട്ടെ. ഈ രണ്ട് അറിവാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഈ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവാണ് നിത്യജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ദൈവത്തെയും ഏകസത്യദൈവമായ ദൈവത്തെയും അങ്ങേയച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ആ സൃഷ്ടാവ് സൃഷ്ടിച്ച സൃഷ്ടി വസ്തുക്കളാണ് ബോട്ടണി, സുവോളജി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. കണ്ടോ, ഇതെല്ലാം എന്താണ്? സൃഷ്ടിയെ കുറിച്ചുള്ള അറിവ്. ആറ്റമിക് ബോംബ്, ആറ്റമിക് പവർ, ബയോകെമിസ്ട്രി, ഇതെല്ലാം സൃഷ്ടിയെ കുറിച്ചുള്ള അറിവാണ്. അതാണ് നമ്മുടെ ഇടതുകരം. ഒന്ന് പൊക്കി ഇടതുകരം, ഇടതുകരം മാത്രം. ഇതിപ്പോ എന്തിനെ കുറിച്ചുള്ള അറിവാണ്? സൃഷ്ടിയെ കുറിച്ചുള്ള. ഈ വലതുകരം രണ്ടും ഒക്കെ എന്താർത്ഥം ചെയ്ത് സൃഷ്ടാവിനെ കുറിച്ച്, സൃഷ്ടിയെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച്, സൃഷ്ടിയെ കുറിച്ച്. സൃഷ്ടാവ്, സൃഷ്ടി എന്ന് പറഞ്ഞ് സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം, സൃഷ്ടിയെ കുറിച്ചുള്ള ജ്ഞാനം, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം. സൃഷ്ടി, സൃഷ്ടാവ്, സൃഷ്ടി, സൃഷ്ടാവ്, സൃഷ്ടി. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്ന് ചിന്തിക്കുക, എന്തിലാണ് നമ്മുടെ ചായവ്, നമ്മുടെ ഫോർമേഷൻ,
നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ ആദ്യത്തെ ആഗ്രഹം? ഇവന് എന്ത് പഠിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ തന്നെ എന്താ ആഗ്രഹിച്ചിട്ടുള്ളത്? ചിന്തിച്ച് നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ടാകാം, ഇല്ലേ? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിന് ആവശ്യമുണ്ട്. ഇതിനെല്ലാം തുടക്കവും ഇതിനെല്ലാം പറ്റിയതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇതിനുള്ള എല്ലാ എന്താ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാൻ മലയാളത്തിൽ? അടിസ്ഥാനപരമായ പല സംവിധാനങ്ങളുണ്ട്. എന്താ? പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്കൂടമുണ്ട്, ഇല്ലേ? നമ്മളുടെ ക്രിസ്തീയ സമുദായത്തിന് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ പ്രസ്ഥാനത്തിൽ എന്തോരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. എല്ലാം അച്ഛന്മാരും കന്യാസ്ത്രീമാരും തന്നെ നടത്തുന്നത്. ഇതെല്ലാം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്? ഇത് തുടങ്ങിയതെല്ലാം പള്ളിയും പള്ളിക്കൂടവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും കൂടി പകരാൻ വേണ്ടിയാണ്. ഒന്നാലോചിച്ച്, നമ്മളുടെ വിദ്യാലയങ്ങളിൽ എത്രായിരക്കണക്കിന് ആത്മാക്കളാണ്, അല്ലേ? നമ്മൾ വർഷങ്ങളോളം നമ്മുടെ ഈ റൂഫിന്റെ താഴെയുള്ളത്. എന്നാൽ അവർ ബോട്ടണി, സുവോളജി, ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് അവർക്ക് ഭയങ്കര മാർക്ക് കിട്ടി. അവർ വലിയ വലിയ ആളുകളായി അടിച്ച് കലക്കി ഭയങ്കര കാറും വെറുതെ വീടുമായിട്ട് അടിച്ച് നടക്കണം. മനസ്സിലായോ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ സ്കൂളും കോളേജും ഒക്കെ നമ്മൾ തുടങ്ങിയത്? ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണോ അമ്മമാരവിടെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി വിട്ടുകളഞ്ഞ് ദാരിദ്ര്യം അഭ്യസിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതാണോ അവരെ പഠിപ്പിക്കേണ്ടത്? ഇത് ഞാൻ പറയണത്, ഞാൻ ഒരിക്കൽ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു സഹോദരി, ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ സൈക്കോളജി ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കോളജിയുടെ ലിമിറ്റേഷനും സ്പിരിറ്റോളജിയുടെ ശക്തിയും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ, അപ്പോൾ അവരോരൊക്കെ ഞാൻ ചോദിച്ചു എന്താണ് സൈക്കോളജി, അവരുടെ മനസ്സുകൊണ്ട് ഉള്ള പ്രയാസമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിലേക്ക് ശക്തി വരുന്നത് ആത്മാവിൽ നിന്നല്ലേ? അപ്പോൾ ആത്മാവ് ശക്തിപ്പെട്ടാലല്ലേ ഈ മനസ്സ് യഥാർത്ഥമായിട്ട് പഠിക്കാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സാവധാനം ദൈവകാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾ അതിനെ സഹകരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എ ഹ്യൂമൻ പേഴ്സൺ ഈസ് വിത്ത് സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. ഈ ആത്മാവാണ് ഇതിൽ അക്ഷയമായിട്ടുള്ളത്. ആത്മാവിൽ നിത്യജീവനുണ്ട്. ഈ നിത്യജീവൻ ആണ് മനസ്സിനെയും ശരീരത്തെയും ചലിപ്പിക്കുന്ന ചാലക ശക്തി. ആത്മാവിൽ നിത്യജീവനുണ്ടെന്ന് ഇവിടെ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ കപ്പാസിറ്റി ഫുള്ളായി. ആത്മാവിന് എന്ത് ജീവനാണുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തളർന്നൊടിഞ്ഞിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണേ, നീ ഒരു ക്രിസ്ത്യാനിയാണോ? യെസ്. അപ്പോൾ ഞാനിങ്ങനെ പ്രൗഡായിട്ട് പറയാണ്, യെസ്, ഐ ആം എ ക്രിസ്ത്യൻ. എങ്ങനെയാണ് ഈ നിത്യജീവനെ കുറിച്ച് നീ പഠിച്ചത്? That is our basic teaching of the church and the basic teaching of the Bible. അപ്പോൾ അവൾ പറയണ്ടേ, ക്ഷമിക്കണം സിസ്റ്റർമാരെ, അവൾ പറയണം, ഞാൻ 10ാം ക്ലാസ് വരെ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ അവിടെ വെച്ച് ആരും എന്നോട് ഒരിക്കൽ പോലും ഈ നിത്യജീവനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇൻസിഡൻ്റലി ഞാൻ ഈ ഫ്ലൈറ്റിന് പോകുന്നത് ഒരു ഡയോസിസിൻ്റെ മുഴുവൻ കോളേജ് അധ്യാപകരെയും കാത്തലിക് ഡയോസിസിൻ്റെ കാത്തലിക് കോളേജുകളും സ്കൂളുകളുടെയും അധ്യാപകർക്ക് ഈ എവാഞ്ചലൈസേഷനെ കുറിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ കണ്ടോ, എനിക്ക് പോണ വഴിക്ക് തന്നെ കർത്താവ് കാണിച്ചു തരും. അപ്പം ഞാനിത് അവരോട് അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾ പ്രൊഫസേഴ്സാണ്, നിങ്ങൾ
എല്ലാ കാര്യത്തിലും പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള സുവോളജി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ് ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉറവിടമായ സൃഷ്ടാവിനെ കുറിച്ചുള്ള ആ ജ്ഞാനം ആദ്യം കുറച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ആദ്യം ഇതിൻ്റെ ഉറവിടത്തിൻ്റെ തന്നെ പഠിക്കുക. അവർക്ക് ഉടനെ ഒരു ഭയങ്കര that's a great idea. We never thought about it. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തീയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ ചാൻസ്, ഇറ്റ് ഈസ് എ കോൾ. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിപ്പിക്കാമായിരുന്നല്ലോ, പക്ഷെ നിങ്ങൾ പോകുമോ? ഇല്ല, നിങ്ങളുടെ വിളി ഇതാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയാണ് വിളിച്ചത്. ഇവിടെ നിങ്ങൾ വെറും ഒരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന പ്രൊഫസർ മാത്രമായാൽ പോരാ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മാത്തമാറ്റിക്സിന്റെ എല്ലാം ഒറിജിൻ ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് ദ ക്രിയേറ്റർ. അവർക്ക് വളരെ അക്സെപ്റ്റബിൾ ആയി. അതിനുശേഷം പലരും വന്ന് സാക്ഷ്യം പറഞ്ഞത് വളരെ വേദനയോടെ പറയാണ്. അവർ പറയാണ്, ഐ ആം സോ thankful that at least in this old age I have learned this. ഇങ്ങനെ ഒരു കാര്യം ഒരു റിട്ടയർഡ് അധ്യാപകൻ നമ്മുടെ നാട്ടിൽ ഞാൻ ഇത് ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, കരഞ്ഞുകൊണ്ട് പറയാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അധ്യാപകനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ പഠിപ്പിച്ചത് മുഴുവനും ഈ ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യമാണല്ലോ. എന്നാൽ എൻ്റെ ഉള്ളിൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിലും എനിക്കത് ഒരാളോട് പറയാൻ പറ്റിയില്ലല്ലോ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ രാജ്യത്തും ലോകത്തിലും മുഴുവൻ വലിയ ഒരു തരംഗം ഉണ്ടാക്കേണ്ടവരാണ്. ഈ ലോകത്തിന് മുഴുവനും ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക തരംഗം ഇതാണ്. സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ഒരു കടുകുമണിയെങ്കിലും നമ്മുടെ മക്കളുടെയും നമ്മളുടെയും ഉള്ളിൽ കിട്ടണം. ഞാൻ കുറച്ച് നാൾ മുമ്പത്തെ ഒരു സംഭവമാണ് എല്ലാ ധ്യാനത്തിലും പറയാനുള്ളത്, നടന്ന സംഭവമാണ്. ജർമ്മനിയിൽ ഒരു ധ്യാനം നടത്തുന്ന സമയത്ത് ഒരു പെണ്ണ് ഓടി വന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ആരെന്നോട് പ്രാർത്ഥിക്കാൻ ചോദിച്ചാലും ഐ വിൽ പ്രേ. എപ്പോൾ വേണമെങ്കിലും ധ്യാനത്തിന് വരണം. നമ്മൾ ഒരു നിബന്ധനകളും വെക്കാറില്ല. 1 മണിക്കൂറേ എനിക്ക് വരാൻ പറ്റുള്ളൂ സാറേ ധ്യാനത്തിന്. നമ്മൾ പറയില്ല 50 ദിവസം വന്നാലേ നിങ്ങൾ കൂടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിവൃത്തിയുള്ള മാതിരിമായോ? ഈ സഹോദരി പറഞ്ഞ് എനിക്ക് ധ്യാനത്തിലൊന്നും വരാൻ പറ്റില്ല, ഞാനൊന്ന് വന്നാൽ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്കൊരു കൊച്ചിലാകും. എനിക്ക് എത്ര വയസ്സായി? 50 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു വിധത്തിലൊരു അഭിമാനം തോന്നിയത് 50 വയസ്സായ അവൾക്ക് ഞാൻ പ്രാർത്ഥിച്ചാൽ കൊച്ചുണ്ടാകുമെന്ന് അവൾ വിശ്വസിച്ചല്ലോ. അപ്പോൾ അതെനിക്ക് തോന്നി ഇവൾക്ക് ഇത്തിരി വല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷെ അവൾ പറയുന്നതൊക്കെ വളരെ അങ്ങനെ ഒരു മാനസിക രോഗിയല്ല അവൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, നീ കല്യാണം കഴിച്ചോ? ഇല്ല, കൊച്ചുണ്ടായാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. കാരണം കത്തോലിക്ക നിയമപ്രകാരം കല്യാണം കഴിച്ചാൽ പിന്നെ ഡൈവേഴ്സ് ഇല്ലല്ലോ. അത്രയൊക്കെ നിയമം അറിയാം, മനസ്സിലാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ ഇത്ര ലേറ്റായി പോയെന്താ? നിനക്ക് ബോയ് ഫ്രണ്ട്? എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൻ എൻ്റെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നടക്കാം. പക്ഷെ എനിക്ക് കല്യാണം കഴിച്ചിട്ട് കൊച്ചുണ്ടായില്ലെങ്കിൽ പിന്നെ അവനെ കെട്ടിയിട്ട് എന്താ കാര്യം? കൊച്ചുണ്ടാവണവനെ കെട്ടണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ ഇത്രയും ലേറ്റ് ആയത്? ഇതൊക്കെ ഈ 50 വയസ്സ് വരെ നോക്കിയിരിക്കേണ്ട കാര്യമാണോ? ജീവിതത്തിൽ ആദ്യം നമ്മൾ ഇതൊക്കെയല്ലേ ചിന്തിക്കുന്നത്. ഐ വാസ് മേക്കിംഗ് എവരിതിങ്. ഐ ഡെവലപ്ഡ് മൈ കാരിയർ. എൻ്റെ കാരിയറൊക്കെ ഡെവലപ്പ് ചെയ്തു. ഐ ഹാവ് 2 ഡോക്ടറേറ്റ്സ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്.
I have 2 doctorates. I have a big bungalow. എനിക്ക് 2 doctorate degree ഉണ്ട്, വലിയ ബംഗ്ലാവ് ഉണ്ട്, 2 കാർ ഉണ്ട്. Now everything is ready for a child. മനസ്സിലായോ? എന്ത് മനസ്സിലായി? 2 ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ഒരു ഡോക്ടർ സഹോദരിയുടെ ജ്ഞാനമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അപ്പോ ഡോക്ടറേറ്റ് എടുത്തതും പഠിത്തതും പഠിപ്പിക്കുന്നതിലും എല്ലാം അവള് ചാമ്പ്യനാണ്. പക്ഷേ അവള് മിസ്സായിപ്പോയി, വണ്ടി വിട്ടുപോയി. എപ്പോ വിട്ടു? 20 വയസ്സില് ഒരു കുഞ്ഞാവേണ്ട അവൾ 50 വയസ്സിലാണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്. 20 വയസ്സില് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു മാതൃത്വം, അല്ലെങ്കിൽ അവൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ളതിൻ്റെ വേദന ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മളിപ്പോൾ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ഡോക്ടറേറ്റ് അവരെടുത്തില്ല. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ഡോക്ടറേറ്റ് പോയിട്ട് ഒരു പീരീഡെങ്കിലും, ഒരു ക്ലാസ്സെങ്കിലും അവളെ ആരെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ. ഇതാണ് ആ രാജ്യങ്ങളിലേക്കുള്ള പ്രശ്നം. അവിടെ സൺഡേ സ്കൂളില്ല, കാറ്റഗിസം ഇല്ല. ഇപ്പം നമ്മളവിടെ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, 3LTV.com. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റിൽ അടിച്ച് നോക്കിയാൽ അതിൻ്റെ വെബ് ടെലിവിഷൻ കാണാം. നമ്മളെ കർത്താവ് നയിക്കുന്നത് ഒരു ജർമ്മൻ ഒന്നും അറിയാത്ത നമ്മളിലൂടെ. ഇറ്റ് ഈസ് ഓൾറെഡി റണ്ണിങ് നൗ ഈ ചാനൽ. മാത്രമല്ല അതിൽ നമ്മളെ കർത്താവ് കാണിച്ചു തരുന്നത് സൺഡേ സ്കൂൾ നടത്തണമെന്നാണ് പറയണത്. അതിനകത്ത് എന്തൊരു ഐഡിയ നോക്കിയില്ലേ? നമ്മൾക്ക് ഈ ജർമ്മൻ സ്പീക്കിംഗ് അല്ല, ലോകം മുഴുവനും സൺഡേ സ്കൂൾ നടത്താനുള്ള സംവിധാനമായിപ്പോ. ഇത് ലോകം മുഴുവൻ കാണാവുന്നതാണ്. അപ്പൊ നമ്മൾ 10 ക്ലാസ്സുകൾക്ക് വേണ്ട സംവിധാനം ഉണ്ടാക്കി, അതിൻ്റെ ടീച്ചിങ് കരിക്കുലം സിലബസ് എല്ലാം ഉണ്ടാക്കി, അതിൻ്റെ ടീച്ചിങ് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് ഓരോ ക്ലാസ്സിന് 1 വർഷം കൊടുക്കേണ്ട ടീച്ചിങ് മുഴുവനും പ്രീ റെക്കോർഡ് ചെയ്ത് അതിനെ അനിമേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ വേറെ ചിത്രങ്ങളും പടങ്ങളും ഒക്കെ ചേർത്ത് മനോഹരമാക്കി നമ്മൾ വെബിൽ അപ്ലോഡ് ചെയ്തിട്ട് കുട്ടികൾ അവരുടെ സൗകര്യം അനുസരിച്ച് മാതാപിതാക്കൾ വീട്ടിൽ കാണിച്ചൂടെ, ഇരുന്ന് പഠിപ്പിച്ചൂടെ? കാറ്റഗിസം. കാരണം ഇനി അവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഈ റിലീജിയൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അത് ഗവൺമെൻറ് ഉദ്യോഗം. അവർക്ക് സഭയുടെ പ്രബോധനം പഠിപ്പിക്കണമെന്നില്ല. അവരോരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള റിലീജിയനാണ് പഠിപ്പിക്കുന്നത്. വേറൊരു സഹോദരി പറയാണ്, തോമസ് പോളെ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ? അവൻ പറയുന്നത് അവനെ ദൈവം തെറ്റായിട്ടാണ് സൃഷ്ടിച്ചത്. ആര് തെറ്റായിട്ട് സൃഷ്ടിച്ചു? ദൈവം. അവനൊരു സ്ത്രീ ആവേണ്ടതായിരുന്നു. അതുകൊണ്ട് അവന് മനസ്സിലായി ദൈവം തെറ്റ് ചെയ്തു, എന്നെ പുരുഷനായിട്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് അവൻ വലിയ വലിയ ഡോക്ടർമാർക്ക് കുറേ പൈസ എല്ലാം കൊടുത്ത് ഓരോരോ അവയവങ്ങളെയും ഓപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ഉണ്ടാക്കി അവനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം പൈസ അതിനുവേണ്ടി ചിലവാക്കി സെക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ശസ്ത്രക്രിയകളൊക്കെ നടത്തി ഇപ്പോൾ അതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? ഒരു സഹോദരി എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ്, അപ്പോൾ ഞാൻ വിവാഹ കോടതിയിലെ വിവാഹം നടത്തി കൊടുക്കണ അവിടുത്തെ ഒരു രജിസ്ട്രാറാണ്. രജിസ്ട്രാർ ഫീസിൽ എന്ന് പറയില്ല നമ്മൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു നിയമം വന്നിരിക്കുകയാണ്, ഒരേ സെക്സ് ആൾക്കാരെയും വിവാഹം നടത്തി കൊടുക്കാം. പക്ഷെ ഞാൻ നടത്താൻ പോകില്ല, എൻ്റെ കൈ കൊണ്ട് ഞാനത് സൈൻ ചെയ്യാൻ പോകില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവളുടെ വിശ്വാസം അതിനവളെ അനുവദിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ വേണ്ടത്? ഈ കാലഘട്ടത്തിൽ എന്ത് വേണം? ഈ കാലഘട്ടത്തിന് പുതിയൊരു നക്ഷത്രം വേണമോ? ഈ കാലഘട്ടത്തിൽ അന്ധകാരത്തിന്റെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ
വന്നാൽ മാത്രമേ ഈ വെളിവ് കിട്ടുകയുള്ളൂ. അധികാരികളിലേക്ക് പകരണം, രാജ്യതലവന്മാരിലേക്ക് പകരണം, വളരെയധികം വിദ്യാസമ്പന്നരായ ആളുകളിലേക്ക് പകരണം, വിദ്യാലയങ്ങളിലേക്ക് പകരണം. ആരംഭം എവിടെ നിന്നായിരിക്കണം? ക്രിസ്തീയ വിദ്യാലയങ്ങളിൽ നിന്നായിരിക്കണം, ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കണം. നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ 15-19 പറയുന്നത്, ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, പ്രത്യാശിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും നിർഭാഗ്യവാന്മാർ. അപ്പൊ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മളെ ബാഹ്യമായിട്ട് കാണുന്ന നമ്മുടെ കഴിവുകളോ, നമ്മുടെ മെഡലുകളോ, നമ്മുടെ വീടുകളോ, നമ്മുടെ തോട്ടങ്ങളോ ഇതൊന്നുമല്ല. അതിനെല്ലാം അതൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ തന്നെയും അതിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ തോട്ടങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹർമ്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആത്മാവിനെ ദാഹിക്കാം, നമ്മുടെ ആത്മാവിന് പഠിക്കാം, നമ്മുടെ ആത്മാവ് ജ്ഞാനം കൊണ്ട് നിറയാം. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ചു തന്നു കർത്താവിന് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ